Good afternoon, everyone. Good afternoon, ma'am. Okay. Good afternoon. Yeah. Okay. Have you had your breakfast? Sorry, lunch. Lunch കഴിച്ചോ? Yeah. Okay. ലഞ്ച് കഴിച്ചു. ആക്റ്റീവായിട്ട് ക്ലാസ് ഇരിക്കുകയാണ്. Yeah. Right. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്രഷൻസ് ആയിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. സോ അതിന്റെ കണ്ടിന്യൂഷൻ തന്നെ എഴുതാം. ഓക്കെ, ടേക്ക് യുവർ നോട്ട്ബുക്ക് ആൻഡ് റൈറ്റ് ഡൗൺ ദ കണ്ടിന്യൂഷൻ ഓഫ് എക്സ്പ്രഷൻസ്. ഓക്കെ, നമ്മൾ ഡു യു നോ വരെയാണ് എഴുതിയതല്ലേ? ഡു യു നോ എക്സ്പ്രഷൻ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റോപ്പ് ചെയ്തത്. ഡു യു നോ ഹൗ ടു സ്വിം, ഡു യു നോ ഹൗ ടു അറേഞ്ച് ഇറ്റ് അല്ലെ? ഡു യു നോ വെച്ചിട്ടാണ്. സോ write down the next expression is has to. Has to means സാഹചര്യങ്ങൾ സമ്മർദ്ദത്താൽ ചെയ്യേണ്ടതുണ്ട്. ഇതൊരു മേലാണ് has to വരാട്ടോ. നീ അത് ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ പറയില്ലേ? നമ്മളൊരു കാര്യം ചിലപ്പോ സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ ചെയ്യേണ്ടി വരും എന്നുള്ള രീതിയിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോ ചെയ്യേണ്ടതുണ്ട് എന്നൊരു മീനിങ്ങിലാണ് നമ്മൾ has to യൂസ് ചെയ്യാം. ഓക്കെ, അതിന്റെ സ്ട്രക്ചർ വരുന്നത് subject plus has to plus V3. Sorry, V3 അല്ല, V1 ആണ്. V1. Subject plus has to plus V1 ആണ് സ്ട്രക്ചർ വരാ. ഓക്കെ, അതായത് നിനക്ക് നീ ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. She has to study a lot. She has to study a lot. She has to study a lot. Okay. Then he has to go there. He has to go there. Okay. Then she has to do that. She has to do that. അപ്പൊ ആ രീതിയിലൊക്കെയാണ് നമ്മൾ has to use ചെയ്യുക. Then okay, clear? Has to എന്താണ്? Has to means നമ്മൾ ചെയ്യേണ്ടതുണ്ട്, ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ has to യൂസ് ചെയ്യുക. എക്സാമ്പിൾ, she has to study a lot. She has to study a lot. സ്ട്രക്ചർ എന്താണ്? Subject plus has to plus V1 ആണ് കേട്ടോ. Subject plus has to plus V1. അപ്പൊ ചെയ്യേണ്ടതുണ്ട് എന്നൊരു മീനിങ്ങിലാണ് വരാ. ഓക്കെ, അപ്പോ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യും എല്ലാവരും. Let's make examples. Here's with this expression has to. Okay, clear? Okay, clear ആണോ? ക്ലാസ്സിൽ ഉണ്ടോ എല്ലാവരും? കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? Yes, ഷഹന കേൾക്കുന്നുണ്ട്. Then Nancy, okay. ഒന്നുകൂടെ പറയോ? ഓക്കെ, അശ്വതി കുറച്ച് ലേറ്റ് ആയോ? ജോയിൻ ചെയ്യുന്നേ ഉള്ളൂ. വിജുന, ഓക്കെ, എല്ലാവരും ജോയിൻ ചെയ്യട്ടെ. ഞാൻ ഒന്നുകൂടെ പറയാം. ഓക്കെ, അപ്പൊ ബിജിന അശ്വതി ലേറ്റ് ആയാണ് വന്നത്. ഒന്നുകൂടെ പറയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡു യു നോ ആ എക്സ്പ്രഷൻ വെച്ചിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ഓക്കെ, സോ ഇന്ന് നമ്മുടെ അടുത്തൊരു എക്സ്പ്രഷൻ എഴുതിയിട്ടുണ്ട്. ഹാസ് ടു ആണ് കേട്ടോ. ഹാസ് ടു ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹാസ് ടു മീൻസ് ചെയ്യേണ്ടതുണ്ട് എന്നൊരു മീനിങ്ങിലാണ് വരാം. ചെയ്യേണ്ടതുണ്ട്, അത് എന്തൊരു കാര്യമാണെങ്കിലും പോകേണ്ടതുണ്ട്, ചെയ്യേണ്ടതുണ്ട് എന്നൊരു മീനിങ് ആണ് ഹാസ് ടുന് വരാം. സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് has to plus V1. Okay, സ്ട്രക്ചർ നോട്ട് ചെയ്ത് വെക്കാം. നോട്ട്ബുക്കിൽ എഴുതാം കേട്ടോ. has to, then അതിന്റെ സ്ട്രക്ചർ എഴുതാം. അതിനുശേഷം ഒരു എക്സാമ്പിൾ എഴുതാം. He has to go there, she has to do that. Then she has to study a lot. She has to study a lot. Okay, ഇതൊക്കെ എക്സ്പ്രഷൻസ് എക്സാമ്പിൾസ് ആണ്. Okay, then ഇനി നിങ്ങൾ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്തിട്ട് സെൻഡ് ചെയ്യൂ കേട്ടോ. then നോട്ട്ബുക്കിലേക്ക് നോട്ട് ചെയ്ത് വെക്കാം. She has to work hard. Yeah, correct. She has to work hard. Then
we have to join the meeting. Yeah, I has to. No. Shama, I have to. അവിടെ have ആണ് വരാ. ഇത് നമ്മള് സിംഗിൾ സബ്ജക്റ്റിന്റെ കൂടെ മാത്രമാണ് has യൂസ് ചെയ്യാം. Okay. അപ്പോൾ നമുക്ക് he has to ആക്കാം. He has to join the class compulsory. എന്ന് പറയാം. He has to join the class compulsory. Okay. Then next example പറയൂ. എല്ലാവരും എക്സാമ്പിൾസ് റിലേറ്റ് ചെയ്യട്ടോ. ഓക്കെ, സുഹാന, ഷഹന, ആൻസി, അസിയ, എല്ലാവരും. She has a new motorcycle. Yeah, അത് ഒരു മോട്ടോർ ഉണ്ട് എന്നൊരു മീനിങ് ആണ് പറയാ. അവിടെ വേർബ് വന്നിട്ടില്ല കേട്ടോ, അവിടെ നൗൺ ആണ് വന്നത്. അപ്പൊ നൗൺ വരുമ്പോ നമുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നൊരു മീനിങ്ങിലാണ് വരാം. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞ എക്സ്പ്രഷൻ ആയിട്ട് അത് കണക്ഷൻ അല്ല, രണ്ടും ഡിഫറെന്റ് ആണ്. ഓക്കെ ആൻസി, അപ്പൊ വേർബ് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ പറയും. She has to cook. അവൾ കുക്ക് ചെയ്യേണ്ടതുണ്ട്. Yeah, she has to finish her work. Yeah, correct. Clear. Then one example ഇങ്ങനെ പറയൂ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമോ. നമ്മുടെ മൈൻഡില് മലയാളം നമ്മൾ ആലോചിക്കുമല്ലോ, അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് എക്സാമ്പിൾസ് കുറെ കിട്ടും. ചെയ്യേണ്ടതുണ്ട്, അവർ പോകേണ്ടതുണ്ട്, അവരെ കാണേണ്ടതുണ്ട്, മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടതുണ്ട്, അവിടെ വിസിറ്റ് ചെയ്യേണ്ടതുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാലോ. He has to be done today. Yeah, she has to finish her work. She has to work late. She has to work late. Okay, late ആയി വർക്ക് ചെയ്യേണ്ടതുണ്ട്. ഇത് കറക്റ്റ് ആവോ? So then okay, അപ്പൊ has to എന്ന് പറയുന്ന verb നമ്മൾ പറഞ്ഞു, എക്സ്പ്രഷൻ പറഞ്ഞു. ഇനി നെക്സ്റ്റ് have to, സെയിം മീനിങ് തന്നെയാണ് have to, പക്ഷെ യൂസ് ചെയ്യേണ്ട സബ്ജക്ട് വ്യത്യാസമുണ്ട് മാത്രം. സ്ട്രക്ചറും ഏകദേശം സെയിം തന്നെയാണ്. സബ്ജക്ട് പ്ലസ് have to പ്ലസ് we want. Okay, so ഇവിടെ എന്താണ് ഡിഫറൻസ്? എന്താണ്? സബ്ജക്ട് മാറും. He has to do the laundry. Is correct, ma'am. She has to do the laundry. Yeah. Laundry ചെയ്യുന്നുണ്ട്. Yeah, correct ആണ്. Okay, next have to എഴുതാട്ടോ. have to. നമ്മൾ has യൂസ് ചെയ്യുന്നത് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയാണ്. അതുപോലെ തന്നെ have യൂസ് ചെയ്യുന്നത് പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയാണ്. അപ്പോൾ have to, has to സെയിം മീനിങ് തന്നെയാണ്. സബ്ജക്റ്റ് മാറും, വ്യത്യാസം വരുന്നേ ഉള്ളൂ കേട്ടോ. അറിയാം, ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. So have to വെച്ചിട്ട് എക്സാമ്പിൾസ് പറയൂ. I have to go. Yeah, I have to go. പോകേണ്ടതുണ്ട്. I have to go. പോകേണ്ടതുണ്ട്. I have to go. You have to do that work. Yeah, you have to do that work. Clear? Then next example are you? I have to attend the meeting. Yeah, I have to attend the meeting. Yeah, they have to attend the meeting. Yeah, same example. Very good. Context. I have to do morning walk every day. I have to do morning walk every day. Yeah. I have to do I have to go morning walk every day. So morning walk I have to go morning walk every day. Okay. Yeah. നിങ്ങൾക്ക് എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് ഓറലി പറയാൻ പറ്റുമോ? ടെക്സ്റ്റിംഗ് നിങ്ങൾ ഏറ്റവും ബെറ്റർ നമുക്ക് സംസാരിക്കുന്നല്ലേ, ഓറലി സംസാരിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് കോഴ്സ് കഴിഞ്ഞാലും കംപ്ലീറ്റ് ആയാലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള എബിലിറ്റി, ആ ഒരു കേപ്പബിലിറ്റി നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ? ചാൻസ് വളരെ കുറവാണ് അല്ലെ? നിങ്ങൾ സംസാരിക്കാനായിട്ട് കോൺഫിഡൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സിലിപ്പോ നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അങ്ങനെ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഒന്നും വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ,
ബിക്കോസ് ആരും സംസാരിക്കുന്നില്ലല്ലോ, സംസാരിക്കാറില്ല പൊതുവെ, അതുകൊണ്ട് എനിക്ക് അറിയില്ല, വ്യക്തമായിട്ട് അറിയില്ല നിങ്ങൾക്ക് അത്രയുള്ള ഒരു എബിലിറ്റി അറിയുമെന്ന് എനിക്ക് അറിയില്ല. ആണോ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ സംസാരിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോ? അറിയൂ, ടു ബി ഫ്രാങ്ക് പറയാൻ പറ്റുമോ? സോനോ ആണോ, ചെറിയ കോൺഫിഡൻസ് ഉണ്ടോ? ഓക്കെ, അപ്പൊ നിങ്ങൾ കുറച്ചുകൂടി സംസാരിച്ചിരുന്നെങ്കിലോ ഇതിൽ കൂടുതൽ കോൺഫിഡൻസ് വരാനില്ലേ? ഓക്കെ, അപ്പോ ഹാവ് ടു ഹാസ് ടു വെച്ചിട്ട് പറഞ്ഞു. ഇതുപോലെ തന്നെ നമുക്ക് ഹാഡ് ടു ഉണ്ട്, മനസ്സിലായോ? ഹാഡ് ടു പറയാം, സീൻ. അപ്പൊ മീനിങ് വരുന്ന അങ്ങനെ ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്നൊരു മീനിങ് വരും, ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഹാഡ് ടു സെയിം മീനിങ് അല്ല, സ്ട്രക്ചർ സെയിം ആണ്. സബ്ജക്ട് പ്ലസ് ഹാഡ് ടു പ്ലസ് വിവോ. ഓക്കെ, സബ്ജക്ട് പ്ലസ് ഹാഡ് ടു പ്ലസ് V1 ആണ്. ഓക്കെ, അങ്ങനെ ചെയ്യേണ്ടതുണ്ടായിരുന്നു, കഴിഞ്ഞു പോയ കാര്യമാണ്, past tense. So we use the expression had to. Ma'am, have to ന്റെ മീനിങ് ഒന്ന് പറയാമോ? മീനിങ്ങും ഹാസ് ടുവിന്റെ മീനിങ്ങും സെയിം തന്നെയാണ്, ചെയ്യേണ്ടതുണ്ട്. അവിടെ സബ്ജക്റ്റിന് മാത്രമേ മാറ്റം വരുന്നുള്ളൂ, സെയിം മീനിങ് എല്ലാം സെയിം ആണ്. ഓക്കെ, ഹാഡ് ടു വെച്ചിട്ട് എക്സാമ്പിൾ എന്ന് പറഞ്ഞേ. ചെയ്യേണ്ടതുണ്ടായിരുന്നു, എനിക്ക് അവിടെ പോകേണ്ടതുണ്ടായിരുന്നു. I had to go there, എനിക്ക് അവിടെ പോകേണ്ടതുണ്ടായിരുന്നു. I had to go there. We have to meet your manager. Yeah, manager meet ചെയ്യേണ്ടതുണ്ടായിരുന്നു. Yeah. I had to do that properly. I had to do that properly. I had to do that properly. Properly ആണോ? Yes, ma'am. Okay, properly ചെയ്യേണ്ടതുണ്ടാവില്ല. Then ഓക്കെ, ഇനി ഹാസ് ടു, ഹാവ് ടു, ഹാഡ് ടു, ഇത് മൂന്നും മനസ്സിലായി. ഇതിന്റെയൊക്കെ നെഗറ്റീവും, അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞെല്ലാനും പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ, ഇതെല്ലാം പറയണം. ഓക്കെ, ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പോ ഹാസ് ടു എടുക്കുകയാണെങ്കിൽ she has to study a lot എന്ന് ഞാൻ എക്സാമ്പിൾ പറയുന്നത്. she has to study a lot. അതിന്റെ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെ പറയണം? she എന്താണ്? she വരുമ്പോ ഒരു നെഗറ്റീവ് പറയണമെങ്കിൽ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? ഏത് പ്രധാനമായിരിക്കും? she hasn't. No, she hasn't അല്ല, നമ്മൾ she hasn't പറയില്ല കേട്ടോ. she hasn't അല്ല. She doesn't have to study a lot എന്ന് വരും. She has to study a lot. She doesn't have to study a lot. Doesn't ആണ് ചേർക്കുക. Doesn't ചേർക്കുമ്പോൾ നമ്മൾ has യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, then അവിടെ does വരുന്നതുകൊണ്ട് നമ്മൾ have ആണ് യൂസ് ചെയ്യുക കേട്ടോ. She doesn't have to study a lot എന്ന് വരും. ഇനി അതിന്റെ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കണം. അപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെയാ വരാം? Does she have to study a lot എന്ന് വരും. Does she have to study a lot?
next negative question ആണ്. Doesn't she have to study a lot? Okay. അപ്പൊ ഇങ്ങനെയാണ് ഇത് 4 different types of okay. So ഇതുപോലെ 4 നമ്മൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ നമ്മൾ ഹാവ് ടൂന്റെയും ചെയ്യണം. ഓക്കെ. ഇനി അടുത്തൊരു എക്സാമ്പിൾ കൂടെ പറയാൻ ലാസ്റ്റ് വെച്ചൊരു എക്സാമ്പിൾ. അതിന്റെ ഇതുപോലെ 4 നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. Example, she has to work hard. Okay. We have to join the meeting. Yeah, mistake on that. Okay. Under positive, negative statement, positive question, negative question. 4 text ചെയ്യൂട്ടാ. Okay. She has to work hard ഇല്ലേ. ഇതുപോലെ 4 നമ്മൾ ടൈപ്പ് ചെയ്തേ. Okay. Yeah. She has to work hard. She doesn't have to work hard. Does she have to work hard? Doesn't she have to work hard? Okay. In next you should take example value. Have to. Have to name have to you have to work hard. In the value. You have to work hard. Okay. You have to work hard. And then negative statement, positive statement, negative question, positive question.
Okay, next you go. ഹാവിന്റെ അല്ല നമ്മള് ഷി ഹാസ് ടു എങ്ങനെയാ പറഞ്ഞേ അതുപോലെ തന്നെയാണ് യു ഹാവ് ടു പറയേണ്ടത്. അത് നോക്കി ട്രൈ ചെയ്ത് നോക്കിയൊന്ന്. ഷീ എന്താണ് സിംഗിൾ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഡസ് യൂസ് ചെയ്തു. അപ്പൊ യു എന്തായിരിക്കും? ഡോൺ. ഓ അതേപോലെ നെക്സ്റ്റ് അമ്മച്ചതും പറഞ്ഞു നോക്കി 4 എണ്ണോ ബാക്കി 3 നെക്സ്റ്റ് യു ഹാവ് ടു വർക്ക് ഹാർഡ് എന്ന് പറയുമ്പോ എന്തായിരിക്കും വരാം? ഒന്നുകൂടെ പറയൂ. യു ഹാവ് ടു വർക്ക് ഹാർഡ് എന്ന് പറയുമ്പോ അതിൽ നമ്മള് ഷി ഹാസ് ടു വർക്ക് ഹാർഡ് എന്ന് പറഞ്ഞു. അതിൽ നമ്മൾ യൂസ് ചെയ്തത് എന്താണ്? ഷി ഡസ്ന്റ് ഹാവ് ടു വർക്ക് ഹാർഡ് എന്ന് പറഞ്ഞു. ഇവിടെ യു ഹാവ് ടു വർക്ക് ഹാർഡ് ആണ്. അപ്പോ നെഗറ്റീവ് എന്തായിരിക്കും വരാ? യു ഡോണ്ട് ഹാവ് ടു വർക്ക് ഹാർഡ് എന്ന് വരും. യു ഡോണ്ട് ആണ് വരാ. യു ഡോണ്ട് ഹാവ് ടു വർക്ക് ഹാർഡ് എന്ന് വരും. ക്വസ്റ്റ്യൻ എന്ത് വരും? ക്വസ്റ്റ്യൻ എന്താ വരാ? ഡു യു ഹാവ് ടു വർക്ക് ഹാർഡ്? ഡു യു ഹാവ് ടു വർക്ക് ഹാർഡ്? ഇനി നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഡോണ്ട് യു ഹാവ് ടു വർക്ക് ഹാർഡ് എന്ന് വരും. ഓക്കെ, ക്ലിയർ? ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ടെക്സ്റ്റ് ചെയ്യുന്നാല് okay. You have to work hard, you don't have to work hard, you have to work hard, so you have to work hard. Yeah, clear. Simple. Okay, നീ നെക്സ്റ്റ് ഏതാണ്? had to ആണ്. had to വെച്ചിട്ട് പറഞ്ഞെങ്കിൽ they had to discuss it in detail. Okay, അതിന്റെ ബാക്കി 3 ടെക്സ്റ്റ് ചെയ്യും കേട്ടോ എല്ലാവരും. They had to discuss it in detail. They had to discuss it in detail. They didn't have to discuss it in detail. They didn't. Yeah, എല്ലാവരും ടെക്സ്റ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ കറക്റ്റ് ആയിട്ട്. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യും കേട്ടോ. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം ഞാൻ കറക്റ്റ് പറയാം. മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് പറയാം.
ബാക്കി എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂ. സുഹാന മാത്രം പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഈ ആശ്രിതി ഓക്കെ. Then Ma'am. okay, ഷഹന പറയൂ. I had to do that properly. I didn't have to do that properly. Did you have to do that properly? Did you had to do that properly? Okay, yeah, okay. Here, then Asiya, Ansi, ഷഹമ, ഷഹാന ഇതൊക്കെ ടൈപ്പ് ചെയ്യൂട്ടോ. എല്ലാവരും പറയുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂ. ടെക്സ്റ്റ് ചെയ്തതിനു ശേഷം മാത്രമേ ഇനി ഞാൻ കറക്റ്റ് ആൻസർ പറയുന്നുള്ളൂ കേട്ടോ. ഞാൻ പറയുന്നത്. ഓക്കെ. Okay, they had to discuss in detail. They didn't have to discuss in detail. They have to discuss in detail. Yeah, okay. ഷഹന സെൻഡ് ചെയ്തു. നെക്സ്റ്റ് എല്ലാവരും ഷഹാന, ഷഹന, ആൻസി, അസിയ. Okay, yeah, clear. ഇനി അസിയ, അസിയ ടെക്സ്റ്റ് ചെയ്യൂ. Okay. Yeah, clear. So നമ്മള് has to have to ഒക്കെ യൂസ് ചെയ്തപ്പോ has to have to നമ്മൾ യൂസ് ചെയ്തപ്പോ എന്താണ് അവിടെ ഡസും ഡൂ നമ്മൾ ആഡ് ചെയ്തു അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഹാഡ് വന്നപ്പോ ഡിഡ് ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലെ. ഡിഡ് ആണ് യൂസ് ചെയ്യുക. പാസ്റ്റ് ആയതുകൊണ്ട് ഡിഡ് ആണ് യൂസ് ചെയ്യുക. സോ ഡിഡിന് ശേഷം വരുന്നത് എന്താണ്? നമ്മളെല്ലാം ഹാസ് ടു ആണെങ്കിൽ ഹാവ് ടു ആണെങ്കിൽ ഹാസ് ടു നമ്മൾ ഡസിന് ശേഷം ഹാസ് യൂസ് ചെയ്തോ? ഇല്ല, ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ കേട്ടോ. ഡിഡിന് ശേഷം നമ്മൾ ഹാഡ് യൂസ് ചെയ്യില്ല, ഹാവ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ക്ലിയർ? അപ്പൊ വരുന്നത് they had to discuss it in detail. They didn't have to discuss it in detail. Did they have to discuss it in detail? Didn't they have to discuss it in detail? ഇങ്ങനെയാണ് പറയാം. ഹാവ് ആയിരിക്കും പറയാം കേട്ടോ. ക്ലിയർ ആണോ? മിസ്റ്റേക്സ് എവിടെയൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ടൈപ്പ് ചെയ്താൽ മാത്രമേ എനിക്ക് മിസ്റ്റേക്സ് മനസ്സിലാവുള്ളൂ കേട്ടോ. സംസാരിക്കാൻ അറിയാൻ പറ്റുന്നില്ല, പക്ഷെ സംസാരിക്കുന്നത് കുറച്ച് ബെറ്റർ. കറക്റ്റ് മിസ്റ്റേക്സ് ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യണം. ഓക്കെ, then
ഇനി നെക്സ്റ്റ് നിങ്ങൾ ഈ പറയുന്ന ഹാവ് ടു, ഹാസ് ടു, ഹാഡ്സ് ടു വെച്ചിട്ട് എക്സാമ്പിൾസ് പറയാ. അതുപോലെ തന്നെ ഇതിന്റെ 4 ഫോംസും എഴുതാം, ഫോംസും ടൈപ്പ് ചെയ്യാം. ഓക്കെ, ചെയ്യാം. റെഡിയാണോ? ഒരു എക്സാമ്പിൾ പറഞ്ഞേ, ഫസ്റ്റ് വെച്ചിട്ട് എക്സാമ്പിൾ പറഞ്ഞേ. പറഞ്ഞാ മതി കേട്ടോ, എഴുതണമെന്നില്ല, ടൈപ്പ് ചെയ്യണമെന്നില്ല, ഓരോരുത്തരായിട്ട് പറയൂ. She has to do that. 4 ഫോംസ് എന്ന് പറഞ്ഞ എല്ലാവരും ഓരോരുത്തരായിട്ട് പറയൂ. സുഹാന പറയൂ. She has to do that. No. ആരും പറയാൻ റെഡിയല്ല? ആണോ? ഞാൻ പറയുന്നു. Hello. പറയൂ. എന്താണ് സെന്റൻസ് പറഞ്ഞ മാം? She has to go there. Okay. She has to go there. She doesn't have to go there. Doesn't have to go there. Does she has to go there? Doesn't she has to go there? Doesn't she? Have to go there. Yeah, doesn't she have to go there? Okay, ഇനി ഒരു has to വെച്ചിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞേ സുഹാന. She has to finish her work. Yes, she has to finish her work. Okay, then ഷഹന എന്ന് പറയൂ. Yes, ma'am. Has വെച്ചിട്ടില്ലേ? ഷഹന has ആണ്. ഇപ്പോ സുഹാന പറഞ്ഞ എക്സാമ്പിൾ ഇല്ലേ, അതിന് 4 ഫോംസ് പറയും. Okay. She has to do the laundry. She doesn't have to do the laundry. Does she has to do the laundry? Doesn't she have to do the laundry? നമ്മള് has അല്ലാതെ യൂസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നമ്മളെ ഹാസ് യൂസ് ചെയ്യുന്നു. പിന്നെ നെഗറ്റീവ് ഒക്കെ വരുമ്പോ അവിടെ ഹാവ് ആണ് വരാട്ടോ. ഓക്കെ, ക്ലിയർ? Then സുഹാന പറഞ്ഞ എക്സാമ്പിൾ ഏതായിരുന്നു? She has to finish her work. Yeah, she has to finish her work. അശ്വതി പറയൂ, 4 ഫോംസ് പറയൂ. She has to finish her work. Does she have to finish her work? Doesn't she have to finish her work? She doesn't have to finish her work. Yes. Okay, ഇനി ഒരു എക്സാമ്പിൾ പറഞ്ഞേ has വെച്ചിട്ട്. He has to finish his homework today. She has to finish her homework. Okay. Yeah. Then അസിയ പറയൂ. എക്സാമ്പിൾ ഒന്നും കൂടി പറയോ? അശ്വതി എക്സാമ്പിൾ എന്ന് പറഞ്ഞേ. She has to finish her homework today. She has to finish a homework today. She doesn't have finished a homework today. Does she have finished the homework today? Doesn't she have finished a homework today? Okay. Yeah. Next example പറഞ്ഞേ അസിയ. Have to, sorry, have to. You have to homework hard. എന്തോ? കേട്ടില്ല അസിയ.
She has to finish her work. Yeah. Okay, she has to finish her work. Okay. Shoma, പറയൂ. Forms പറയൂ. She had to finish her work. She don't have to finish her work. Do you have to finish your work? She അല്ലേ വരുന്നല്ലേ? Yeah. അപ്പൊ എങ്ങനെ വരിക? She വരുമ്പോ She has to finish her work. ഇതല്ലോ, do she have to She doesn't have to finish her work. എന്ന് വരും. doesn't she have to finish her work? Don't she have to finish her work? Don't അല്ലല്ലോ. Does അല്ലേ വരാ. Okay. Does she have to finish her work? Doesn't she have to finish her work? Yes. Okay, clear? Yes. Okay, അപ്പൊ ഇത് clear ആണല്ലോ. Next. അടുത്തൊരു എക്സ്പ്രഷൻ ഇതാട്ടോ. Why can't? Why? Why can't? Why can't means? Why can't? എന്തുകൊണ്ട് കഴിയുന്നില്ല? Why can't you walk together? Why can't you? Why can't you walk together? Why can't you walk together? നിങ്ങൾക്ക് ഒരുമിച്ച് ജോലി ചെയ്യാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? Okay, why can't you adjust it? Why can't you adjust it? Why can't they stop it? Why can't they stop it? Okay, എന്തുകൊണ്ട് കഴിയുന്നില്ല? Why can't we speak in English? Speak in English അല്ല. Why can't we speak English? നമുക്ക് എന്തുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ല? Why can't we speak English? Okay. Why can't you study well? Yeah, correct. Then next പറയൂ, എക്സാമ്പിൾസ് പറയൂ എല്ലാവരും. Why can't you adjust with her? Yeah, okay. എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യും നിങ്ങൾ. എന്താണ് ഒരു എക്സ്പ്രഷൻ പറഞ്ഞാൽ എക്സാമ്പിൾസ് എല്ലാവരും പറയണ്ടേ? ഒരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രം പറഞ്ഞതുകൊണ്ട് ഓക്കെ ഇത് മതി എന്ന് വിചാരിക്കേണ്ട കേട്ടോ. നിങ്ങൾ എക്സാമ്പിൾസ് പറഞ്ഞുകൊണ്ടേ ഇരിക്കൂ. അത് നിങ്ങളുടെ വൊക്കാബുലറി ആണെങ്കിലും നോളജ് ആണെങ്കിലും അത് ഇമ്പ്രൂവ് ചെയ്യുള്ളൂ. മനസ്സിലായോ? ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു ഇനി മതി എന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ കണ്ടിന്യൂസ്ലി പറഞ്ഞുകൊണ്ടേ ഇരിക്കൂ. ഓക്കെ,
Why can't you see this post? Why can't you work hard? Why can't she understand me? Why can't you tell to your mother? Yeah. Why can't you tell to your mother? Dear. ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. മനസ്സിലായോ? അപ്പോ ഒരുപാട് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെ, ഒരുപാട് വൊക്കാബുലറീസ് നമ്മുടെ ഇംപ്രൂവ് ആകും. നമുക്ക് ഒരുപാട് വേർഡ്സ്, പുതിയ പുതിയ വേർഡ്സ് നമുക്ക് കിട്ടും. മലയാളത്തിലാണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് വേർഡ്സ് കിട്ടും. ഓക്കെ, അതിനൊക്കെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നമുക്ക് മാക്സിമം നോക്കും. അപ്പൊ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ അതേപോലെയൊക്കെ കുറെ എക്സാമ്പിൾസ് എല്ലാവരും പറയും. Why can't I walk? Why can't you manage your life? Why can't you come to the party? Why can't we play chess? കണ്ടോ, ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾ ചെയ്യുന്നുണ്ടോ? കണ്ടോ, ഇങ്ങനെയാണ് ഒരു എക്സ്പ്രഷൻ പറയുമ്പോൾ ഞങ്ങളോട് പറയാറില്ലേ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യൂ, എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ ഒന്നോ രണ്ടോ എക്സാമ്പിൾ നമ്മൾ ഒതുക്കും. മനസ്സിലായോ? പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ ബുദ്ധിമുട്ട്. കാരണം നിങ്ങൾക്ക് അത്രയും ആലോചിക്കുന്നില്ല. നിങ്ങള് മനസ്സിലായോ? തിങ്കിങ് പ്രോസസ് ഒന്നും നമ്മുടെ ബ്രെയിനിൽ നടക്കുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളത്. Why can't she go there? Yeah, correct. കണ്ടോ? Yeah, അതുപോലെ പറയൂ. Okay. Yeah. Yeah. Next, moving on to the next expression. Why doesn't or don't? Why doesn't or don't? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? മറ്റത് കഴിയുന്നില്ല എന്നാണ്, ഇത് ചെയ്യുന്നില്ല എന്നാണ്. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? Why doesn't she do it? Why doesn't she do it? അവൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇവിടെ സബ്ജക്റ്റിനെ നോക്കണം കേട്ടോ. സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് വേണം ഡു ആണോ ഡസ് ആണോ ആഡ് ചെയ്യാൻ നോക്കാൻ. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ അവിടെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൂ. ബാക്കി നമുക്ക് സിമ്പിൾ ആണ്. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? Why doesn't she do it? അവൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? Why don't they respect him? Why don't they respect him? Why don't you speak? 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 Can you this year? Why don't you speak? Why don't you ask about it? Okay. Yeah, correct. Then why don't you talk to her?
Okay. Why doesn't she call her? Okay. Why don't you marry me? Yeah, marry ചെയ്യുന്നില്ല. Okay. Then why don't you think positively? Why don't you take a break? Why doesn't you play with him? Yeah, very good. Okay. Clear ആണ്. Very good. ഇതുപോലെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത് കേട്ടോ. ഓരോ എക്സ്പ്രഷൻ പറയുമ്പോഴും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഇങ്ങനെയൊക്കെയാണ്. ഒരുപാട് എക്സാമ്പിൾസ് പറയും, ഇതൊക്കെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുക, പക്ഷെ ഒന്നും നടക്കാറില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞത് നിങ്ങളോട്. ഓക്കെ, ക്ലിയർ? എല്ലാ എക്സ്പ്രഷനും നിങ്ങൾക്ക് അത്യാവശ്യം യൂസ്ഫുൾ അല്ല, നിങ്ങൾ യൂസ് ചെയ്യാറുണ്ടോ? ഇത് പഠിച്ചതിന് ശേഷം നിങ്ങൾ യൂസ് ചെയ്യാറുണ്ടോ നിങ്ങള്? യൂസ്ഫുൾ ആണോ? യൂസ്ഫുൾ ആണ്. അശ്വതി മാത്രമേ പറയുന്നുള്ളൂ യൂസ്ഫുൾ അറിയാം. ഓക്കെ, സുഹാന പറയുന്നുണ്ട് യൂസ്ഫുൾ ആണ്. ഓക്കെ ഓക്കെ, നിങ്ങളിപ്പോ യൂസ് ചെയ്യാറുണ്ടോ അത്? ഇപ്പൊ നിലവിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നാലും നിങ്ങൾ യൂസ് ചെയ്യാറുണ്ടോ? ആണോ? ഓക്കെ, ഇങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം നമ്മൾ യൂസ് ചെയ്യുന്ന അറിയുമ്പോ ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, അധികം ഒട്ടും എന്നോട് സംസാരിക്കാത്ത ഒരു ബാച്ച് എന്ന് പറയുന്ന ക്ലാസ് മാത്രമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ നിങ്ങൾ മറക്കില്ല. അത് നിങ്ങൾ എന്നോട് അധികം സംസാരിക്കാറേയില്ല. ഒട്ടും സംസാരിക്കാത്ത ഒരു ബാച്ച് ഇതാണ്. ഓക്കെ, അടുത്തൊരു എക്സ്പ്രഷൻ ഇതാ. will have to. Subject plus will have to plus be1. ഇതാണ് എക്സ്പ്രഷൻ കേട്ടോ. കാരണം നമ്മള് പ്രസന്റും പാസ്റ്റും പറഞ്ഞു, നെക്സ്റ്റ് ഫ്യൂച്ചർ ആണല്ലോ will have to. അങ്ങനെ ചെയ്യേണ്ടതായി വന്നേക്കാം. ഓക്കെ, ഇതാണ് will have to. ഈ will have to വെച്ചിട്ട് നിങ്ങൾ കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് റിലേറ്റ് ചെയ്ത് എല്ലാവരും. We have to. We have to means അങ്ങനെ ചെയ്യേണ്ടതായി വന്നേക്കാം. നമ്മള് has to, have to, had to ഇതെല്ലാം പഠിച്ചു അല്ലെ. has to, have to നമ്മൾ പ്രസന്റിൽ യൂസ് ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. ഇനി had to ആണെങ്കിൽ അത് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അപ്പൊ ഒരു ഫ്യൂച്ചർ കൂടെ വേണ്ടേ? അപ്പൊ എന്താണ്? we have to ആണ്, അങ്ങനെ ചെയ്യേണ്ടതായി വന്നേക്കാം. മനസ്സിലായോ? അത് ഫ്യൂച്ചർ ആണ്. അപ്പൊ you will have to work hard. ഈ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായി വന്നേക്കാം. മനസ്സിലായോ? ആ ഒരു മീനിങ്. അപ്പൊ ഇത് വെച്ചിട്ട് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യുക. Yeah, like you have to work hard. You will have to attend the meeting. You will have to cancel the train first. You will have to discuss with your. You will have to do that work. Yeah, very good. Correct. ഇനി ഇതിനെല്ലാം 4 ഫോംസ് നമ്മൾ എഴുതണം കേട്ടോ. She will have to take care for her
child. Okay. So ഒരു എക്സാമ്പിൾ എടുത്തിട്ട് അതിന്റെ 4 ഫോംസ് ഒന്ന് ടൈപ്പ് ചെയ്യൂ കേട്ടോ. നാല് ഫോംസ് ടൈപ്പ് ചെയ്യൂ എല്ലാവരും. ചെയ്യാണോ? ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്. They have to attend the class. Won't she have to? I will have to work hard. I won't have to. Yeah, I won't have to. അങ്ങനെയാണ് വരാ. I won't have to work hard. Will I have to? Yeah, will they have to work hard? Won't they have to work hard? അങ്ങനെയാണ് വരാ. Okay. Okay, clear? Yeah, അപ്പോ we have to എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ, സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? ഏകദേശം കുറെ എക്സ്പ്രഷൻ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. we have to മാത്രമാണ് കുറച്ച് ഡൗട്ട് ആയിട്ടുള്ളത്. ഡൗട്ട് എല്ലാം മിക്കവാറും ക്ലിയർ ആണ്. എന്നാലും നമുക്ക് അതുവഴി അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്ത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ ലെറ്റ്സ് ഫൈൻഡ് അപ്പ് ദിസ് ക്ലാസ്. Thank you all. See you on the next class. Okay, bye. Thank you, ma'am.